ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. ശ്ലോകം 13. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗസ്യ തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമവ്യയം. ഗുണവിഭാഗങ്ങളെയും കർമ്മവിഭാഗങ്ങളെയും അനുസരിച്ച് 4 വർണ്ണങ്ങൾ ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാനാണ് അതിൽ കർത്താവെങ്കിലും ഞാൻ കർത്തൃത്വമില്ലാത്തവനായും അവ്യയനുമാണെന്ന് നീ അറിഞ്ഞാലും. ന മാം കർമാണി ലിംബന്തി ന മേ കർമ്മഫലേ സ്പൃഹ ഇത് മാമ്യോഭിജാനാതി കർമ്മഭിൻ സബധ്യതേ. കർമ്മങ്ങൾ എന്നിൽ ചേരുകയില്ല, കർമ്മഫലത്തിൽ എനിക്ക് ആഗ്രഹമില്ല. എന്നെ ഇപ്രകാരം അറിയുന്നവൻ കർമ്മത്താൽ ബദ്ധനാകുന്നതല്ല. ഏവം ജ്ഞാത്വാ കൃതം കർമ്മ പൂർവൈരപി മുമുക്ഷിഭിഃ കുരുകർമ്മൈവ തസ്മാത്വം പൂർവൈ പൂർവതരം കൃതം. ഇപ്രകാരം അറിഞ്ഞിട്ട് മുൻകാലങ്ങളിലും മുമുക്ഷുക്കൾ കർമ്മം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പൂർവികന്മാർ മുമ്പ് ചെയ്തതുപോലെ നീ കർമ്മത്തിൽ തന്നെ പ്രവേശിച്ചാലും. കിം കർമ്മ കിമകർമ്മീതി കവിയോ അപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവേശ്യാമി യജ്ഞാത്താമോഷസേ ശുഭാത്. കർമ്മം എന്ത് അകർമ്മം എന്ത് എന്ന് വകതിരിക്കുവാൻ വയ്യാതെ പണ്ഡിതന്മാർ കൂടിയും സംഭ്രമിക്കുന്നു. അതുകൊണ്ട് കർമ്മം ഏതെന്ന് ഞാൻ നിന്നോട് പറയാം. അതറിയുമ്പോൾ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം കിട്ടും. കർമ്മണോ ഹി ബോദ്ധവ്യം ബോദ്ധവ്യം ച കർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. കർമ്മത്തെ അറിയേണ്ടതുപോലെ കർമ്മമല്ലാത്തതിനെയും അറിയണം, കർമ്മമില്ലായ്മയെയും അറിയേണ്ടതുണ്ട്. കർമ്മത്തിന്റെ പോക്ക് അറിയാൻ വയ്യാത്തതാണ്. കർമ്മണ്യ കർമ്മയ പശ്യേത് കർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണ കർമ്മകൃത്. കർമ്മത്തിൽ അകർമ്മം കാണുകയും അകർമ്മത്തിൽ കർമ്മത്തെ കാണുകയും ചെയ്യുന്നവൻ പണ്ഡിതനും യോഗിയും എല്ലാ കർമ്മങ്ങളെയും ചെയ്യുന്നവനുമാണ്. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കല്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹു പണ്ഡിതം ബുധഃ. ഏതൊരുവന്റെ ഏതൊരു കർമ്മവും ഫലാപേക്ഷയോ അഭിമാനമോ കൂടാതെ ഇരിക്കുന്നുവോ അവന്റെ കർമ്മങ്ങൾ ജ്ഞാനാഗ്നിയിൽ ദഹിച്ചതാകയാൽ അവനെ ജ്ഞാനികൾ പണ്ഡിതൻ എന്ന് വിളിക്കുന്നു. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കരോതി സഃ. കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ എപ്പോഴും സംതൃപ്തിയോടെ ആരെയും ആശ്രയിക്കാതെയും കർമ്മത്തിൽ ശരിയായ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ കർമ്മം ഒന്നും ചെയ്യാത്തവനാണ്. നിരാശീര്യത ചിത്താത്മാ ത്യക്ത സർവ പരിഗ്രഹ ശരീരം കേവലം കർമ്മ കുർവൻ നാപ്നോതി കിൽബിഷം. ഒന്നിലും ആശയില്ലാതെ മനസ്സിനെയും ശരീരത്തെയും കീഴടക്കി സർവ്വസുഖാനുഭവങ്ങളെയും പരിത്യജിച്ച് വെറും ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നവനെ പാപം ബാധിക്കുകയില്ല. യദൃച്ഛാലാഭസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സരഃ സമസിദ്ധൗ സിദ്ധാവസിദ്ധൗ ച കൃത്താപി ന നിബധ്യതേ. ആഗ്രഹിക്കാതെ വല്ലതും എപ്പോഴെങ്കിലും കിട്ടുന്നത് കൊണ്ട് സന്തുഷ്ടനായും ശീതോഷ്ണങ്ങൾ സുഖദുഃഖങ്ങൾ എന്നീ ദ്വന്ദ്ങ്ങളിൽ നിന്ന് അകന്നവനായും മത്സരഹീനനായും ലാഭത്തിലും നഷ്ടത്തിലും ഒരേ ഭാവത്തോടു കൂടിയവനുമായിരിക്കുന്നവൻ കർമ്മം ചെയ്താലും ബദ്ധനാകുകയില്ല. ഗതാസംഗസ്യ മുക്തസ്യ ജ്ഞാനാവസ്ഥിത ചേതസഃ യജ്ഞായാചരത കർമ്മ സമഗ്രം പ്രബലീയതേ. ഫലാസക്തിയില്ലാതെ ദേഹാഭിമാനം വെടിഞ്ഞ് ജ്ഞാനത്തിൽ ഊന്നിയുറച്ച മനസ്സോടുകൂടി യജ്ഞത്തിനായി ചെയ്യുന്ന കർമ്മം മുഴുവൻ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹൗർ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനാം. അർപ്പണം ബ്രഹ്മമാണ്, ഹവിസ്സും ബ്രഹ്മം, അഗ്നിയും ബ്രഹ്മം, ഹോമിക്കുന്നവനും ബ്രഹ്മം, ഹോമക്രിയയും ബ്രഹ്മം. ഇങ്ങനെ കർമ്മങ്ങളിൽ നിന്ന് സർവത്ര ബ്രഹ്മത്തെ കാണുന്നവർ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു.